നോക്കുന്ന സമയത്ത് അവിടെ ഇതിൻ്റെ മാനേജറായിട്ടുള്ള സാൻഡയും അവിടെയുള്ള മറ്റ് പ്രമുഖ വ്യക്തികളും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട റംല അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരോട് ചോദിക്കുന്നു, എനിക്ക് അവരോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ചെറിയ കാര്യങ്ങൾ എനിക്കൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സമയത്ത് അവിടെയുള്ള ജോലിക്കാർ ഇതിന് അനുവദിക്കുന്നില്ല. അവർ പറയുന്നു അവർ തിരക്കിലാണ്, മറ്റൊരു സമയത്ത് നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഈ ഒരു ട്രെയിൻ യാത്ര ആരംഭിച്ചിട്ട് ഏകദേശം 10 മിനിറ്റുകൾ കഴിഞ്ഞു. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്, എക്സൈറ്റ്മെൻറ്റിലാണ്. അങ്ങനെ മിസാൻ്റെയുടെ പെങ്ങളായിട്ടുള്ള റൂബിയും കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാക്ക വന്നിട്ട് ഈ ട്രെയിനിൻ്റെ ചില്ലിലേക്ക് അടിക്കുന്നു. ഈ ഒരു സമയത്ത് റൂബി വളരെയധികം പേടിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ അത് കാര്യമാക്കുന്നില്ല, അത് പോട്ടെ എന്ന് വിചാരിച്ച് ഒഴിവാക്കുന്നു. അങ്ങനെ ഒഴിവാക്കുന്ന സമയത്താണ് റൂബി മിസാൻ്റെയുടെ കയ്യിലുള്ള ഒരു ഡയറി കാണുന്നത്. ഈ ഡയറി കാണുന്ന സമയത്ത് റൂബി ചോദിക്കുന്നുണ്ട്, എന്താണ് അതിൽ എന്നുള്ളത്. അപ്പോൾ മിസാൻ്റെ പറയുന്നു, അത് ഒരു സമയമാവുന്ന സമയത്ത് നിൻ്റെ അടുക്കിലേക്ക് എത്തും. അങ്ങനെ പറഞ്ഞ് റൂബിക്കൊരു സസ്പെൻസാണ് മിസാൻ്റെ നൽകുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മിസാൻ്റെക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നുന്നു. മിസാൻ്റെ ബാത്റൂമിലേക്ക് പോകുന്നു. അങ്ങനെ മിസാൻ്റെ ബാത്റൂമിൽ പോകുന്ന സമയത്ത് റൂബി മിസാൻ്റെയുടെ ആ പഴയ ഡയറി എടുത്ത് വായിക്കുന്നു. ആ ഒരു ഡയറിയിൽ അവരുടെ രണ്ടുപേരുടെയും പഴയ കാലത്തുണ്ടായിരുന്ന ഒരുപാട്